ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ നോർമൽ ഇടിയപ്പം കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ്, അത്രയും തന്നെ മെനക്കെടും ഇല്ല ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ചോറ് ബാക്കിയാവുന്ന സമയത്തോ അല്ലെങ്കിൽ ചോറ് ഇരിപ്പുണ്ടെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2.5 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെന്ത ചോറാണ്. വെന്ത ചോറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അരക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. കുഞ്ഞു ജാറുണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് കുറേ ഇടാതെ 2-3 ബാച്ചായിട്ട് ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെന്ത ചോറായതുകൊണ്ട് അത്രയും വെള്ളം മതി. അഥവാ വേവ് കുറവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഒരു തരി പോലും ഉണ്ടാവരുത്, അങ്ങനെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യം വേണമെങ്കിൽ മാത്രമേ എടുക്കുക, ഒത്തിരി ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഞാനിത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി വറുക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഞാൻ 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോർമൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. പക്ഷേ 1 കപ്പ് മാത്രം ആദ്യം ചേർക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ബാക്കി ചേർത്താൽ മതി. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഓരോ ചോറും വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് പൊടിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിത് ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൈ നന്നായിട്ട് ഒട്ടുന്നുണ്ട്, മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈ ഇതിലൊന്ന് ആക്കിയിട്ട് പോയിട്ട് കൈ കഴുകിയിട്ട് നന്നായിട്ട് എണ്ണയാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് നേരം കുഴക്കൊന്നും വേണ്ട, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് സാധാരണ പോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തലേന്നത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടിയപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരില്ല, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വേവിക്കുന്ന സമയമൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ആ സമയം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പച്ച അരിപ്പൊടി ചേർത്തിട്ടുള്ളതല്ല. അപ്പോൾ എന്തായാലും അത്രയും തന്നെ സമയം എടുക്കും. അപ്പോൾ ഞാനിത് ഏകദേശം എല്ലാം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആവിയിൽ വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഇടിയപ്പത്തിൻ്റെ ഇതൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. അതിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം എടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവും അങ്ങനെ ഒന്നുമില്ല. ചോറ് വെച്ചാൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം വിട്ട് വിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അഥവാ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.